തീർന്നു ബന്ധം. 6 രൂപ കുത്തിരി ചെലവിന്. എന്താ കാണാത്തേന്ന് ഞാനങ്ങ് പേടിച്ചിരിക്കുമായിരുന്നു. എടാ മക്കളെ, 2 അച്ഛൻ വന്നു. നീ എന്താ പണി? അരിയുടെ കണക്കെഴുതിയതായിരുന്നു. രണ്ടും കൂടെ ഇവിടെ കിടന്ന് കയറ് പറിക്കുമായിരുന്നു. പോലീസുകാരനെ തല്ലാനും ചവിട്ടാനും ഒക്കെ വന്നു. ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. എടാ വീര, ഹൈ ഹൈ കറ പത്ത് പൈസക്ക് പേടി. എന്നാലും എന്റെ പവിത്ര നല്ല പണിയാ പറ്റിച്ചു. ഇതെന്നതാ? സൈക്കിള് കടലെടുത്തു പോയി. കടലെടുത്തു? ആ. എന്ന് വെച്ചാ കാറ്റ് വെള്ളം കടപ്പുറത്ത് പോയിരുന്നപ്പം ഒരു വില വന്ന് വിട്ട് കയറി. വേറെ സൈക്കിളും കൊണ്ടങ്ങ് പോയി. ഞാൻ ജീവനം കൊണ്ടേക്ക് പോരുകയും ചെയ്തു. ഏടാന്നേ പവിത്ര രമേന്ദ്യ വിട്ടോ എന്നൊരു സംസാരം കേട്ടു. വിട്ടു. ആഹാ, അപ്പ കേട്ട നേരാ. എനിക്കതിശയം അതല്ല. കെട്ടിയോളും മരിച്ച് ഇത്രയും കാലം സൽപ്പേരോട് കഴിഞ്ഞ് മോടെ കെട്ടും നടത്തി നിൽക്കുന്ന മാമച്ചനിക്കണി പറ്റിയല്ലോ എന്ന. നിങ്ങൾ നോക്കിക്കോ, ആ കൊച്ചുപിലടിച്ച് പോയതേ എന്റെ നല്ല കാലത്തിനാ. എന്റെ കൺമഷിക്കുള്ള കാശുണ്ടാക്കി തരാൻ ആ അത്തപ്പാടി വിചാരിച്ചിട്ടൊത്തിട്ടില്ല. ഒന്നുമില്ലേലും ഇതിപ്പോ പേടിക്കാതെ ജീവിക്കാമല്ലോ. മറ്റേത് ഒന്നിനുമില്ലാതെ ഒരു ഒടയക്കാരൻ. ചേടാ, എന്നാൽ ഇച്ചയാണ് എന്ന് കണ്ട പവിത്രന്റെ മനസ്സ് മാറും. എന്തിന്? ഇതിപ്പോ പാടൊഴിഞ്ഞു. മുമ്പാണേലും എനിക്കും കൊച്ചിനും കഴിയണേൽ ഞാൻ തന്നെ അധ്വാനിക്കണമായിരുന്നു. അല്ലാതെ പിന്നെ കള്ളം പവിത്രം കട്ടോണ്ട് വരുന്നത് വെച്ചാ ഞാൻ ചെലവ് നടത്തിക്കൊണ്ടിരുന്നേ. പോവാൻ പറ. എന്താന്നൊരു ജമേന്തിയായി? എങ്ങോട്ടത്? മില്ലിൽ പോണം. എപ്പോഴെപ്പോഴും എന്തിനു കുത്തിക്കാൻ പോക്ക്? ഇന്നലെ കണ്ടല്ല. മറ്റേ കുത്തിക്കലിന് തന്നെ. അതിന് നിങ്ങൾക്കെന്തോന്നു നഷ്ടം? എന്തിനാ വേണ്ടി ഇരിക്കാൻ വേറെ സ്ഥലം കിട്ടിയില്ലോടി? ഞാൻ പോണു ദമേന്തി. അയ്യോ, നീ നില്ല. ഇതും കുത്തിച്ചോണ്ട് ഞാനിവിടെ വരാം. നീ പോരെ, ഞാൻ പോണം. പെണ്ണുമ്പളെ, നിങ്ങളുടെ ശൃംഗാരമൊക്കെ പിന്നെ ഇവിടെ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുക. ചാനിയൻ ഇടുമെങ്കിൽ ഇടാന്. ഓ, ഈ മാമച്ചായന്റെ ഒരു ശൗര്യം കണ്ടാട്ടെ. ദമയന്തി, ദൈവത്തെ വിചാരിച്ച് എന്റെ മാനം കളയരുത്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്നു കയറിയ ആളുകൾ അതൊന്നും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ വെച്ചു തന്നാൽ എടുക്കണേ. ദമയന്തി വേറെ ജീൻസ് ഉണ്ടാവണം. മാമച്ചായൻ എന്താ അത് കൈകൊണ്ടൊന്ന് എടുത്തു തന്നാല്?
ഞാൻ പടത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവയ്ക്കും. അന്ന് തന്ന കാശും പടത്തിന്റെ മുമ്പിൽ തന്നെ വെച്ചേക്കുക. മാമച്ചായൻ അറിയാൻ മേല എന്റെ മനസ്സിൽ ഈ മാമച്ചായനോട് എങ്ങനെയാണ്. എന്നാ ഞാൻ ഇറങ്ങുന്നേ മാമച്ചായ. ഉറക്കാണോ? അല്ല. എന്താ വേണ്ടെന്ന് വെച്ചാ പറയുന്നിടാ. എന്താ? എടാ ചിത്ര, നീ പറയടാ. ഇന്ന് സ്റ്റാമ്പിന്റെ കാശ് കൊടുക്കണം. സ്റ്റാമ്പ്? എന്തോ സ്റ്റാമ്പ്? ക്ഷയരോഗ സ്റ്റാമ്പ്. നാളെ കൊടുക്കാന്ന് പറ. ഇന്ന് കൊടുക്കണം. ഇല്ലല്ലോ. ഇല്ലേ പള്ളിക്കുർത്തി കേറ്റില്ല. എന്റെ കാശുണ്ടോ? എന്തേലുണ്ട്. എന്നാ പിന്നെ എടുത്ത് കൊടുത്തൂടെ? കാലത്ത് ഒരു പൊണ്ണക്കാര്യം പോലെ ക്ഷയരോഗ സ്റ്റാമ്പ് പോയില്ല. ഇതെന്തോന്ന് നിപ്പ്? എനിക്കറിയാം എന്താ അങ്ങ് മൗനിയായി പോയതെന്ന്. എന്താണെന്നറിയാം? എന്തോ എന്റെ വിചാരം? മറ്റേ ആ എന്തിയാനി പോയതിന്റെയാന്നാണോ? അല്ലേ പിന്നെന്താ? അന്നോട്ടാണല്ലോ മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാണ്ടായത്. കള്ളൂടി പോലും ഇല്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ല. അവള് പോയതിന്റെ സുഖം എനിക്കേ അറിയാവൂ. എല്ലാം എന്റെ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. അങ്ങനെയൊന്നും ഒരവള് വിചാരിച്ചാലും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഇതെന്തോന്ന് അനാവശ്യം കാണിക്കുന്നു പെണ്ണുപിള്ളേ. എന്റെ അന്നവാ, അതിലൊന്നും ജോലി പൊട്ടിക്കണ്ട. അയ്യോ, ഞാനത് ഓർത്തില്ല. ഇവിടെ ആരും തൂക്കം തുറക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും ഇറങ്ങി പോയി തരാം. നീ എന്നും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്നെ വരട്ടി കാശടിക്കാനാണ് നാട്ടുകാരുടെ സംസാരം, അറിയാമോ? ഞാൻ എന്തെങ്കിലും അച്ചായനോട് എന്തേലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത് നമുക്കല്ലേ അറിയാവൂ. നമ്മൾ അറിഞ്ഞാ മതി. അച്ചായൻ എന്നോടെന്താ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്നേ? നീ അല്ലയോ കണ്ണിച്ചോരയില്ലാതുള്ള കളി കളിക്കുന്നേ? ഒന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ഓടിക്കേറി വരുന്നത് കൊണ്ടാണോ? അതെനിക്ക് കാണാതിരിക്കാൻ മേലാഞ്ഞിട്ട്. എന്നാൽ ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണണമെന്ന് അച്ചായന് തോന്നിയില്ലല്ലോ. കാണുന്നുണ്ടല്ലോ. ഓ, അതെന്തോന്ന് കാണല്ലേ? എന്റെ വീട് വരെ ഒന്ന് വന്നാലെന്താ? ചെരുപ്പ് തേഞ്ഞു പോകുമോ? ഇല്ലല്ലോ. വഴി അറിഞ്ഞൂടാന്ന് ഏതായാലും പറയത്തില്ലേ? ഇന്ന് വരാതിരുന്നാലാ. എന്റെ ആയുസ്സില് ഒറ്റ പ്രാണിയോട് ഞാനിങ്ങനെ കാലുപിടിച്ച് പറഞ്ഞിട്ടില്ല. വന്നില്ലേ, നേരം വെളുക്കുമ്പം എന്റെ പ്രേതം കിളച്ചി കിടക്കും.
ഉണ്ട്. ഇവിടെ ഇരുന്നോണ്ട് കൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചാലും നടക്കും. എടി പെണ്ണെ, പോയി അടുപ്പ് തീയത്തുന്നില്ല, ഈ 2 ചൂട്ട് വെച്ച് അരിച്ചു കൊടുക്കും. അങ്ങേർക്ക് വെട്ടി തിളയ്ക്കണം. ചായ. ഇതിനിടയ്ക്ക് ഇത് എപ്പോ പോയി കുളിച്ചു? വെളുപ്പിന് ആദ്യം ഈ മുറി അടിച്ച് വൃത്തിയാക്കി, പിന്നെ പോയി അടിച്ചു കുളിച്ച് തിരിയും കത്തിച്ചു വെച്ചു. അശോ, ഭാമിനി, എടി ഭാമേ, ഓ ഒന്നിങ്ങ് വന്നേ. ആ അതവിടെ കിടന്നോട്ടെ. അയ്യേ, എടി ദേ ആ കിടക്കുന്ന എല്ലി കഷ്ണം അങ്ങെടുത്ത് കള. എടി അവിടെ ഒന്ന് തുടച്ചു വിട്ടേരെ. പഠിക്കുകയാണോ? 10ലാ, അടുത്ത ആഴ്ച പരീക്ഷയാ. അത്രയൊക്കെ ഇവളെ ആക്കിയെടുക്കാൻ സാധിച്ചത് എന്റെ ഒരു മിടുക്കും ദൈവാധീനമാണ്. തൊടാൻ നോക്കി നിന്ന പോലെ. അതിന്റെ ലക്ഷണം അറിയാവോ? എന്താ? ഏറ്റവും വലിയ ശുഭലക്ഷണമാ. ഇതിനേക്കാൾ വലിയ ലക്ഷണമില്ല.